ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഈ ഒറ്റൊരു കറി മതി, നമ്മൾ ചോറ് എത്ര കഴിച്ചതെന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് നല്ല ഒരു കറിയാണ്. ഈ കറി ഉണ്ടാക്കാൻ വലിയ ചേമ്പില്ലേ, നമ്മൾ പുഴുങ്ങിയൊക്കെയാണ് ഈ ചേമ്പ് കഴിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുളിഞ്ചിക്കായും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ വലിയൊരു ചേമ്പെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു 4 പുളിഞ്ചിക്കായും 3 പച്ചമുളകും കൂടി ഇട്ട് മഞ്ഞളും മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ആദ്യം നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇടാൻ. ഇവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് എരിയില്ലാത്തത് കൊണ്ടാണ്, എരി ഉള്ള മുളകാണെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി. 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നല്ല നാടൻ ചേമ്പായതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചേമ്പ് വെന്തോന്ന് നോക്കണം. ചേമ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്, പക്ഷേ ആ വെള്ളം കുറച്ചുകൂടെ പറ്റണം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇതിനകത്ത് അരച്ച് ഒഴിക്കണം. അതുകൊണ്ട് കുറച്ചുകൂടെ പറ്റിയതിന് ശേഷം വേണം നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാൻ. ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങയുടെ കൂടെ ഒരു 4-5 ചുവന്നുള്ളിയും 2 ചെറിയ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇടണ്ട, 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പുളിഞ്ചിക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടിട്ടില്ല, 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ചേമ്പ് ഇവിടെ പറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് കഴിഞ്ഞ് പിന്നെ ഇത് തിളപ്പിക്കത്തില്ല. അപ്പം നമുക്കിനി ഇതിന് കടുക് പൊട്ടിക്കണം. ഈ കറിക്ക് പുളിഞ്ചിക്കായുടെ ടേസ്റ്റും അതിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടെ ഒഴിച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ കറിക്ക്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് ഇട്ടിട്ട് ഒരു പിഞ്ച് ഉലുവായും ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ നല്ല മൂത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇതിൻ്റെ കൂടെ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കറിക്കകത്ത് ഒഴിക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റുമാണ്, കറിക്കൊരു നല്ലൊരു കളറും കൂടെ കിട്ടും. ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് കഴിച്ചു, എന്തോ ഒരു ടേസ്റ്റായിരുന്നറിയോ. മുളക് പൊടിയെല്ലാം ഇട്ട് മൂത്തതിന് ശേഷം നമുക്ക് കറിയിൽ കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ നമ്മൾ പണ്ടൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള കറികളാണിതൊക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.